നമസ്കാരം. പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ ചെന്നിത്തലയുടെ പോലീസ് പൂട്ടുകത്തന്നെ ചെയ്തു. കണ്ണൂരിൽ അഭിഭാഷകനെ കാണാൻ രാത്രി വീട്ടിലെത്തിയ ആയങ്കിയെ ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരമനുസരിച്ചാണ് പോലീസ് പുലർച്ചെ വീട്ടിലെത്തി പൂട്ടിയത്. ഫ്ളാറ്റിൽ നിന്നും കടന്നു കളയാൻ ആയങ്കി ശ്രമിച്ചെങ്കിലും വളഞ്ഞു നിന്ന പോലീസ് പൂട്ടുകത്തന്നെ ചെയ്തു. ആയങ്കി ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതോടെ കണ്ണൂരിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു. പോലീസിനെതിരെ ഭീഷണി മുഴക്കിയ അർജുൻ ആയങ്കി പിന്നീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ചിരുന്നു. പോലീസിനെ വെല്ലുവിളിച്ചവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാമെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. ഇതോടെയാണ് പോലീസ് ആയങ്കിയെ വളഞ്ഞിട്ട് പിടിച്ചത്. ആയങ്കി അറസ്റ്റിലായെങ്കിലും ആയങ്കിയോടുള്ള CPM നിലപാടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. പാർട്ടി കേഡറായിരുന്ന ആയങ്കിയെ CPM നേതൃത്വം പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനുമാണ് ആയങ്കിയെ തള്ളിക്കളഞ്ഞ് രംഗത്തെത്തിയത്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആയങ്കിക്കെതിരെ നടപടി എടുത്തോട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. ആയങ്കിയെ ന്യായീകരിക്കേണ്ട ചുമതല തനിക്കില്ലെന്നും പിണറായി വ്യക്തമാക്കി. തൂഫാനെ പോലെ അർജുൻ ആയങ്കിയെ പോലീസ് തൂക്കണമെന്നാണ് MV ജയരാജൻ പ്രതികരിച്ചത്. ഇതിനുള്ള കരുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാണിക്കണമെന്നും വെടിവെക്കണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും ജയരാജൻ പറഞ്ഞിരുന്നു. അർജുൻ വളർന്നത് കൊട്ടേഷൻ പാർട്ടിയിലാണ്, CPM-ലല്ല. പ്രതി പോലീസിനെ വെല്ലുവിളിച്ച് നടത്തുന്നത് ആശ്ചര്യമാണെന്നും കൊട്ടേഷൻ സംഘത്തിന്റെ പിന്തുണ CPM-ന് ആവശ്യമില്ലെന്നുമാണ് ജയരാജൻ പറഞ്ഞത്. ഇതോടെ MV ജയരാജനെതിരെ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. പിന്തുണയില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുതെന്നാണ് MV ജയരാജനോട് ആയങ്കി ആവശ്യപ്പെട്ടത്. പാർട്ടിയുടെ പ്രതിസന്ധികളിലെല്ലാം പേനയുതിയതിനും പ്രതികരിച്ചതിനും കൊണ്ടൊക്കെ കൂടിയാണ് താൻ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടതെന്നാണ് അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. തനിക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ്, തള്ളി പറയുന്നതിന് മുൻപ് താൻ ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. 5 കിലോമീറ്റർ അപ്പുറത്തൊരു സഖാവിന് കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ചു. തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവിതവും മറന്ന് തിരിച്ചടിച്ചതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുമുണ്ട് എന്നും FB കുറിപ്പിൽ ആയങ്കി പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടക്കം ഏറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് CPM-ൽ തെറ്റുതിരുത്തൽ നടക്കുകയാണ്. വിശാല പാർട്ടി കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട CPM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന പത്മകുമാറിനെതിരെ പാർട്ടി നടപടി വൈകിയതിൽ കടുത്ത വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നടക്കം ഉയർന്നത്. ഇനിയൊരു ചീത്തപ്പേര് കേൾക്കാൻ CPM തയ്യാറല്ലെന്നതിന്റെ സൂചനയാണ് ആയങ്കി പ്രശ്നത്തിൽ കണ്ടത്. ആയങ്കിക്കെതിരെ പോലീസ് നടപടി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന നിലപാടും ഇതിന്റെ ഭാഗം തന്നെ. എന്തായാലും CPM ആയങ്കിക്കൊപ്പമില്ലെന്ന് തീർച്ചയായി കഴിഞ്ഞു. ആയങ്കി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആയങ്കിക്കായി ആകെ ഒരു പ്രസ്താവന നടത്തിയത് സംവിധായകൻ സനൽകുമാർ ശശിധരൻ മാത്രമാണ്. ഇതിനുള്ള നന്ദിയും പോസ്റ്റിലെ കമന്റിൽ ആയങ്കി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും CPM-ൽ നിന്നും ഇക്കുറി ആയങ്കിക്ക് സഹായം കിട്ടില്ലെന്നത് തീർച്ചയാണ്. എല്ലാം ആയങ്കി ഒറ്റയ്ക്ക് നേരിടേണ്ട അവസ്ഥയാണ്.